പുതുപ്പള്ളി ഡിസ്ട്രിക്റ്റിലെ ഓർഗനൈസറായി ദേവാലയത്തിലായിരുന്ന സമയത്തൊക്കെയും ശിവനപ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം കുവൈറ്റ് പള്ളിയിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ അവിടെയും ദേവാലയത്തോട് ചേർന്ന് മാത്രമല്ല അവിടെ നടന്ന ചില സാംസ്കാരിക സംഘടനകളുടെ പങ്കാളിയായി, അതുപോലെ ആതുര സേവനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബേസിൽ മൂവ്മെന്റിന്റെ പ്രവർത്തകനായി, ഒരു സഭയിലെ മാത്രമല്ല സഭയുടെയും അതിനപ്പുറത്ത് സാംസ്കാരിക മണ്ഡലങ്ങളിൽ തന്റേതായ പങ്കാളിത്തം നിർവഹിച്ചുകൊണ്ടാണ് ഈ പ്രിയ സഹോദരൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്ന നഷ്ടത്തിനോടൊപ്പം തന്നെ നമ്മുടെ സഭയ്ക്കും അതുപോലെ സമൂഹത്തിനും അദ്ദേഹത്തിന്റെ വിയോഗം തീർച്ചയായും ഒരു കുറവാണ്. ദൈവത്തിന്റെ ഹിതത്തിന് കീഴ്പ്പെടുക എന്ന് മാത്രമേ മനുഷ്യർക്ക് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. ഈ പ്രിയ സഹോദരൻ സഭയ്ക്കും സമൂഹത്തിനും ദേവാലയത്തിനും ഒക്കെ നൽകിയിട്ടുള്ള, പ്രത്യേകിച്ച് വീരപ്രസ്ഥാനത്തിന് നൽകിയിട്ടുള്ള എല്ലാ സംഭാവനകളെയും സ്നേഹിച്ചുകൊണ്ട് അനുശോചനം സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ വീരപ്രസ്ഥാനത്തിന്റെ കേന്ദ്ര കമ്മിറ്റികളിലുള്ള എല്ലാ അനുശോചനങ്ങളും സമർപ്പിക്കുകയും ദുഃഖിതരായ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥ സഹോദരൻ കുവൈറ്റില് അവരെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായിട്ട് കാരണയാലയത്തിലുള്ളതായ ക്യാൻസർ പേഷ്യൻസിനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ളതായ ഒരു സംരംഭത്തിന് ഏർപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇവരുടെ പ്രവർത്തനപരമായിട്ട് ഒരു നല്ല തുക കാരണയാലയത്തിന് അവർ തന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഇപ്പോൾ അവർ തരാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് 150ഓളം ക്യാൻസർ പേഷ്യൻസിനെ സഹായിക്കുന്ന ഒരു വലിയ പദ്ധതിയായിട്ട് അവിടുത്തെ പദ്ധതി ഉയർന്നിട്ടുണ്ട്. എല്ലാ മാസവും ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത ക്യാൻസർ രോഗികളെ സഹായിക്കുന്നു. നിങ്ങളിൽ ഈ ചെറിയൊരുവനെ കരുതുന്നവനെ ഞാൻ കരുതുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനത്തിന്റെ ഫലം സഹോദരന് ആത്മാവിന് നിത്യശാന്തി നൽകുന്നതിന് ഉപരിയായി ദുഃഖിതരായിരിക്കുന്ന ആളുകൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ ദൈവത്തിന്റെ ധാരാളമായി പ്രതിഫലമായി കൊടുക്കും. കാര്യം ക്യാൻസർ രോഗികളെ സഹായിക്കാനുള്ള ഒരു വലിയ സംഗതിയാണ്. അശ്വന്തരായി മരണത്തോട് മരുന്ന ആളുകൾക്ക് ഒരു നേരത്തെയോ ഒരു ദിവസത്തെയോ ഒരു മാസത്തെയോ മരുന്ന് കൊടുക്കാനുള്ള ഒരു സംഗതിയാണ്. അവിടെ പ്രാർത്ഥന ഈ കുടുംബത്തിന് എന്നും കൂട്ടായിരിക്കുമെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർമ്മയിലും അതോടൊപ്പം ഈ ദാസന്റെ വേർപാട് ദുഃഖിതരായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കട്ടെ. കാരണത്തിൻ്റെതായിട്ടുള്ള എല്ലാ അനുശോചനങ്ങളും അറിയിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യപ്പെട്ടു. വൈദിക ശ്രേഷ്ഠതയിൽ പ്രിയപ്പെട്ട സജിയുടെ വേർപാട് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ അർപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നിരിക്കുന്ന സഹോദരി സഹോദരനെ, ഞാൻ കുവൈറ്റ് ഇടവകയിലെ പ്രതിനിധീകരിച്ച് കുവൈറ്റ് ഇടവകയിൽ പ്രവർത്തിക്കുന്ന 3 ആത്മീയ സംഘടനകളിൽ ഒന്നായ ബെസുലൂസ് മൂവ്മെന്റിനെ പ്രതിനിധീകരിച്ച് പ്രിയ സജിയുടെ വേർപാടിൽ ദുഃഖം അർപ്പിക്കാൻ ഇവിടെ എത്തിയതാണ്. ഞാൻ നാട്ടിൽ അവധിക്ക് വന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വേർപാട് അറിഞ്ഞ വളരെ ദുഃഖത്തോടെ ആണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഒരേ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ബെസുലൂസ് മൂവ്മെന്റ് എന്ന പ്രസ്ഥാനം കുവൈറ്റ് ഇടവകയുടെ 3 ആത്മീയ പ്രസ്ഥാനങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പ പറഞ്ഞതിരി ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി വേണ്ട ധനസഹായങ്ങൾ ചെയ്ത് തിരുവനന്തപുരം ക്യാൻസർ സെന്ററിനോട് ചേർന്ന് ഏകദേശം 200-ൽ പരം രോഗികൾക്ക് ധനസഹായം നൽകി ഏകദേശം 40 ലക്ഷം രൂപയോളം ഞങ്ങൾ അവിടെ ചെലവഴിച്ചു. ഇപ്പോൾ കാരുണ്യ ക്യാൻസർ സെന്ററുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ 2ാം ഭാഗമായ ക്യാൻസർ കെയർ ഫോർ ദ പൂർ എന്ന പ്രസ്ഥാനത്തിന് കാരുണ്യ സെന്ററുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സജി ഞങ്ങളുടെ വളരെ സജീവ പ്രവർത്തകനായിരുന്നു. അവിടെ കുവൈറ്റിലായിരുന്ന സമയത്ത് പള്ളിയിലായിരുന്നാലും സംഘടനകളായിരുന്നാലും വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ
കുവൈറ്റ് മാർ ബസേലിയോസ് മെമന്റിൻ്റെയും ബാസിൽ ആർട്സ് എന്ന കൾച്ചറൽ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹത്തിനോടുള്ള അഗൈതമായ ഖേദം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾക്കും ദൈവം തന്റെ ശാന്തി സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ